യാത്രയെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക, വായിക്കുക എന്നുള്ളത്. അത് പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയും. ഇപ്പോൾ ഏത് ഓണ്ടർപ്രനേഴ്സിനെ അല്ലെങ്കിൽ സക്സസ്ഫുൾ പേഴ്സണിനെ നോക്കിക്കഴിഞ്ഞാലും അവർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതായിട്ട്. അപ്പോൾ ഈ വായിക്കാനോ അല്ലെങ്കിൽ അതിന് പകരം വെക്കുന്ന തരത്തിൽ അറിവുകൾ, മറ്റുള്ളവരുടെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആളുകളുടെ സ്റ്റോറീസ്, അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരെങ്ങനെയാണ്, എന്താണ് ഫോളോ ചെയ്തത്. നമ്മൾ യാത്രയെക്കുറിച്ച് പറഞ്ഞു. യാത്ര വലിയൊരു അനുഗ്രഹം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു എൻ്റെ സന്തോഷ് ജോർജ് കുളങ്ങര പറയാറുണ്ട്, ഒരു ബസ് സ്റ്റോപ്പിൽ ഒന്നിറങ്ങി ആ ബസ് സ്റ്റോപ്പിൽ തന്നെ അവസാനിക്കുന്ന യാത്ര ആവരുത്. അതെ, നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം, വലിയൊരു യാത്രയിലേക്ക് തിരിയണം. അതെ. ഓക്കെ, അടുത്ത എന്താണ് നമ്മളെ ഈ ബിസിനസ്മാൻമാരോട്? ഈ യാത്രയെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക, വായിക്കുക എന്നുള്ളത്. അത് പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയും. ഇപ്പോൾ ഏത് ഓണ്ടർപ്രനേഴ്സിനെ അല്ലെങ്കിൽ സക്സസ്ഫുൾ പേഴ്സണിനെ നോക്കിക്കഴിഞ്ഞാലും അവർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതായിട്ട്. ഇപ്പോൾ ഞാൻ പേഴ്സണലി പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ വായിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓഡിയോ ഫയൽസ് കേൾക്കും. ഓഡിയോ ഫയൽസ് കേൾക്കും. യൂട്യൂബിൽ അവരുടെ ലൈഫ് ടൈം സ്റ്റോറി അങ്ങനെയുള്ള കാര്യം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വായിക്കാൻ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് കേൾക്കുക, കാണുക എന്നുള്ളൊരു മീഡിയമാണ്. അപ്പോൾ ഈ വായിക്കാനോ അല്ലെങ്കിൽ അതിന് പകരം വെക്കുന്ന തരത്തിൽ അറിവുകൾ, മറ്റുള്ളവരുടെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആളുകളുടെ സ്റ്റോറീസ്, അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരെങ്ങനെയാണ്, എന്താണ് ഫോളോ ചെയ്തത്, അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ അറിവുകൾ നേടുകയാണ്. ഇനിയാൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി, സക്സസ് മാത്രമല്ല തോൽവിയിൽ നിന്നും പഠിക്കാനാണ്. അല്ല, ഈ സക്സസ്ഫുൾ ആളുകളുടെ ഏത് ബയോപിക്, ഏത് ബയോഗ്രഫി എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ തോൽവികളുണ്ട്. ആ തോൽവികളുടെ അവസാന തുകയാണ് അവർ ആ സക്സസിലോട്ട് എത്തുക എന്നുള്ളത്. അവസാനമാണ് ഒരു വിജയത്തിലോട്ട്. അതിനൊരുപാട് അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. അതെ, ഇതിന്നൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാനുണ്ട്. നമ്മളും ഒരുപാട് യാത്രയിൽ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടതുണ്ട്. എന്നാലേ അതിനേക്കാൾ വലിയ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പൊ ഇതിനെ കംഫർട്ട് സോണിനെ നമ്മൾ നശിപ്പിച്ച് കളയാ, ഇതുപോലുള്ള ചില സുഖങ്ങളെ നമ്മൾ വേണ്ടാന്ന് വെക്കുക, നശിപ്പിച്ച് കളയാ എന്ന രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അത് ഇത്തരം സ്റ്റോറികളിൽ നിന്നാണ് നമുക്ക് കിട്ടുക. നമ്മൾക്ക് പ്രചോദനം കൊണ്ട് നമ്മൾ അതിന് സമയം. പിന്നെ വായന എന്ന് പറഞ്ഞത് വായന തന്നെയാണ്. നമ്മൾ കേൾക്കുന്ന, ഇപ്പൊ ചില ആളുകൾക്ക് ഓഡിറ്ററി ആയിരിക്കും, കേൾക്കാനായിരിക്കും താല്പര്യം, കാണാനായിരിക്കും താല്പര്യം, വായിക്കുന്നത് വേറെ തന്നെ. പക്ഷെ വായനക്കാണെങ്കിലും ഒരു ലിമിറ്റ് വേണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നമ്മൾ ഒരു ദിവസം അരമണിക്കൂറേ ഉപയോഗിക്കുള്ളൂ, അരമണിക്കൂർ മതി. ചില ആളുകളൊക്കെ ഉണ്ട്, പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വായിച്ചിട്ട് പിന്നെ അവിടുന്ന് എണീറ്റ് പോകുള്ളൂ. അതൊരു ബിസിനസ്മാന് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാക്കും. അവരുടെ ബിസിനസ്സിലും ശ്രദ്ധിക്കണം, വായനയിലും ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ളൊരു വായന. ഒരു ദിവസം ഞാൻ അരമണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ 10 പേജാണെങ്കിൽ 10 പേജ് വായിക്കും, നെക്സ്റ്റ് ഡേ 10 പേജ് വായിക്കും എന്ന രീതിയിൽ പോകുന്നത് കൂടെ ബെറ്റർ ആയിരിക്കും വായിക്കുന്ന ആളുകൾക്ക്. നമ്മൾ ശരികൾ തെറ്റുകളൊന്നും ഇല്ല ഇതില്. പക്ഷെ അവർക്ക് സമയം ഇതിനും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പോലും വായനന്റെ ശരിക്കും നോവലുകൾ അങ്ങനത്തെ ഒക്കെ കയറി കഴിഞ്ഞാണ്ടല്ലോ, ശരിക്കും ആസ്വദിച്ച് വായിക്കുന്ന ആളുകൾ ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ലോകം എല്ലാവർക്കും. അതുകൊണ്ട് എന്തിനും അഡിക്റ്റായി പോവുക എന്നുള്ളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ്സുകാര്. അതില് മെയിൻ തന്നെയാണ്. നമുക്കൊരു കത്തി കെട്ടിയാല് അത് നമുക്ക് ആപ്പിൾ മുറിക്കണോ ഒരാളെ കൊല്ലണോ തീരുമാനിക്കണോ നമ്മൾ തന്നെ. വായിച്ചാലും കേട്ടാലും ചെയ്താലും എന്താണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഉപയോഗിക്കുക. അതെ, അപ്പൊ ഇത് വായന നല്ലൊരു കാര്യല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ കത്തി പോലത്തെ അല്ലേ ഇതെന്ന് വെച്ചാൽ നല്ലൊരു കാര്യല്ലേ, വായിക്കല്ലേ, പഠിക്കല്ലേ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നല്ല കാര്യം. അതുകൊണ്ടാണ് അതിന് ലിമിറ്റ് വെക്കാതെ നമ്മൾ പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ ലിമിറ്റ് വെക്കണം എന്ന് നമ്മൾ പറയുന്നത്. അമിതമായ അമൃതം വിഷം, അധികമായ അമൃതം വിഷം. യെസ്. അപ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺട്രപ്രണേഴ്സിന് ലോകത്തെ സ്വീകരിക്കാനുള്ളൊരു അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആ ലെവലിലോട്ട് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് സ്വീകാര്യമായി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കെന്ത് വേണം, എന്ത് വേണ്ട എന്നുള്ളത് നമ്മുടെ ചോയ്സ്. അപ്പോൾ ഇത് അറിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അറിയാനുള്ള, ഈ അറിവ് നേടാനുള്ള കൊച്ചു ടിപ്സാണ്. അതുപോലെ തന്നെ നമുക്കൊരു നിലപാട് വേണം. നിലപാടുകൾ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താൻ പറ്റണം. അതും നമ്മളുടെ ഒരു നിലപാടാണ്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ തിരുത്തും എന്നുള്ളത്. അതാണ് തീർച്ചയായും. നമ്മൾ എത്രയോ മുമ്പ് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് നമുക്ക് പരമ അബദ്ധങ്ങളാണല്ലോ. അതിനർത്ഥം നമുക്ക് പരമ അബദ്ധങ്ങളാണെങ്കിൽ പോലും
നമുക്കറിയാം ആ സമയത്ത് ആ വഴി യാത്ര ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു സത്യം, അത് തന്നെയായിരുന്നു ശരി. കാരണം അന്ന് അവിടെ എത്തിയിട്ടുള്ളൂ. നമ്മൾ ആ യാത്രയിലെ അവിടെയുള്ള സാധനം അതായിരുന്നു. ഈ യാത്ര ഇന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴാണ് അതിൽ പലതും അപ്ഡേഷനിലൂടെ അത് പുതിയ ശരിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ എന്നും ശരിയിൽ തന്നെയാണ്. ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശരി, നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ശരിയും ഇതിപ്പോ നാളെ ഇത് തന്നെയാണോ ശരി? ഇതിനേക്കാൾ ഒരു നല്ലൊരു ശരി വന്നാൽ നമ്മൾ അതിലേക്ക് മാറണം. പുതിയ ശരികളിലേക്ക് കണ്ടെത്താനും പുതിയ ശരിയിലേക്ക് മാറാനുള്ള മനസ്സ് നമുക്ക് വേണം. മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങളില്ലാതെ തുടരുന്ന ആളുകൾ കാലഹരണപ്പെട്ടു പോകും. അതെ, മാറ്റങ്ങളില്ലാത്ത ലോകമല്ലല്ലോ, ലോകത്തുള്ള എന്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര സമയം, അതായത് ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഉദ്യമമാണ്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതിനൊരു കൺക്ലൂഡ് രാജ്. കഴിഞ്ഞ 4 ദിവസം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പല ദിവസങ്ങളിലായിട്ട് നമ്മളിരുന്ന് ഈ ഒരു ടോപ്പിക്ക് എന്താണ്, എങ്ങനെ നമുക്ക് നമ്മളുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെ, മറ്റു ഓൺടർപ്രണേഴ്സിനെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എങ്ങനെ ബിസിനസ്സിൽ അവർക്ക് എന്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലൊരു ഡിസ്കഷൻ വെച്ചത്. ഇപ്പം എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഹനീഫിക്കയുടെ കാഴ്ചപ്പാട്, അതുപോലെ നിയാസിക്ക, നമ്മളുടെ എല്ലാം വ്യത്യസ്തമാർന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു വളരെ ബ്യൂട്ടിഫുള്ളായി കുറേ കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഇത് ഇരിക്കുമ്പോൾ പോലും ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ഓഡിയൻസിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഹെൽപ്പ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ ഇനിയും ഒരുപാട് ആളുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾക്കും ഒരു പാഠ്യവിഷയമാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഉതകുന്ന കോൺട്രിബ്യൂഷൻ ആവശ്യം. ഒരു കോൺട്രിബ്യൂഷൻ. ഇത് ശരിക്കും നമ്മളിങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു പ്രധാന കാര്യം, ഇത് എന്നോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് തന്നെ കിട്ടുന്നു. തീർച്ചയായും. അപ്പോൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്കും കിട്ടുന്നത് അതാണ്. അതെ, ഇതിൻ്റെ ഒരു പങ്കാളിയാവുമ്പോൾ നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്നും ഇത് തീരൊന്നുമില്ല. ഇത് ഈ അപ്ഡേഷൻസോ സിസ്റ്റോ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. അതിനൊന്നും ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം നമ്മളെ തന്നെ അപ്ഡേഷൻ ചെയ്യാനൊരു ഗുണമാവട്ടെ തീർച്ചയായും എന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങനെ നമുക്കത് ഇനിയും ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങണം. താങ്ക് യു. ഒരുപാട് ആളുകൾ ഇനിയും കയറി വരട്ടെ. നമ്മൾക്കും ഒരുപാട് പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് യൂട്യൂബില് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഒരു പ്രചോദനമാവട്ടെ. ചോദ്യമുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അതെ, നമ്മൾ യൂട്യൂബിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നമുക്കത് അങ്ങനെ ഇപ്പൊ നമ്മൾ ചിലതിനൊക്കെ സൂചനകളെ കൊടുത്തിട്ടുള്ളൂ. അതിൽ ഡെപ്തിലേക്ക് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ അറിയണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്മൈൽ ടാക്കിന്റെ ഈ കമന്റ്സിൽ വരാം. അതുപോലെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഡ്യൂഡ് ഹോം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഈ വീഡിയോകൾക്കൊക്കെ താഴെ അതിന്റെ ലിങ്ക് ഇടാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് വീണ്ടും കാണാനും ഒരു ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കാനും ഒരു വഴിയാവട്ടെ സാഹചര്യം. അപ്പോൾ സ്മൈൽ ടാക്സ്